യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത്? എല്ലാ വർഷവും ജൂൺ 5 ആകുമ്പോൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും മറ്റു ഓർഗനൈസേഷനുകളിലും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മരം നടുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട്. ഇത് മാത്രം മതിയോ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട്? ഒരു വശത്ത് പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ അഗ്രികൾച്ചറൽ മേഖലകളിൽ രാസമരുന്നുകളുടെയും രാസവളങ്ങളുടെയും അമിതമായ ഉപയോഗം കൊണ്ട് മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മാരക രോഗങ്ങൾക്ക് പോലും കാരണമാകുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ പച്ചക്കറികളായും പഴവർഗ്ഗങ്ങളായും മറ്റു ഭക്ഷ്യവസ്തുക്കളായും മാർക്കറ്റിലൂടെ നമ്മളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് അതിലൊക്കെ ആരും ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് ആരും ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത്? കാരണമുണ്ട്. നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക എന്നതുപോലെ തന്നെ നമ്മളെ സംരക്ഷിക്കുമ്പോഴാണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾക്ക് കഴിയുക. നമ്മളുടെ ശരീരത്തെ രാസമരുന്നുകളിൽ നിന്നും രാസപദാർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമ്പോൾ മാത്രമാണ് രാസപദാർത്ഥങ്ങളോ രാസമരുന്നുകളോ ഉപയോഗിച്ച ഭക്ഷ്യവസ്തുക്കൾ നമ്മൾക്ക് വേണ്ട എന്നുള്ള ചിന്ത തന്നെ ഉണ്ടാവുക. ആ ചിന്തയിൽ നിന്ന് മാത്രമാണ് പ്രകൃതിയെ രാസപദാർത്ഥങ്ങളിൽ നിന്നും രാസമരുന്നുകളിൽ നിന്നും രാസവളങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാവുക. ഒരേ സമയം പ്രകൃതിയെ സംരക്ഷിക്കുകയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രകൃതിയോടുള്ള കരുതലും സ്നേഹവും നമ്മളിൽ പൂർണ്ണമാവുക.